ഹായ് ഹലോ എല്ലാവർക്കും എംസ കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് 2 തരം സ്നാക്സാണ്, ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സും ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സും. അതിനായി ആദ്യം നമുക്ക് സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒന്ന് നോക്കാം. കുറച്ച് പ്രോൺസ് എടുക്കുക. അത് നന്നായിട്ട് ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒനിയൻ, ഗാർലിക്, ജിഞ്ചർ, കോറിയാണ്ടർ ലീവ്സ് ഇവയെല്ലാം നന്നായി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതേ ഓയിലിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഒനിയൻ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അല്പം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ ചെയ്ത മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ട പൊട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ സ്വീറ്റായിട്ടുള്ള സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതിനായി ബ്രെഡിന് മുകളിൽ ചോക്ലേറ്റ് വെച്ച് മറ്റൊരു ബ്രെഡ് അതിന് മേലെ വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് സ്പൈസി ആയിട്ടുള്ള സ്നാക്സിനായിട്ട് ബ്രെഡ് നന്നായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും അതിന് മുകളിലായി ഒരു ചീസിൻ്റെ പീസ് കൂടി വയ്ക്കാം. എന്നിട്ട് നന്നായി മടക്കിയെടുക്കാം. പിന്നീട് നമുക്ക് ഈ കോഴിമുട്ടയിൽ മിക്സ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും കോഴിമുട്ടയിൽ മിക്സ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഓരോന്നായി ഫ്രൈ ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഈ സ്നാക്സ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.